ഇനി അടുത്ത നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിലെ രണ്ട് ബേസുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിനെ ആധാരമാക്കിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്ററും അതുപോലെ തന്നെ ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്ററും അതുപോലെ ഹെൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ടും നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്റർ? അത് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ഒരു ആളാണത് കണ്ടെത്തിയത്. ഡി ബ്രോഗ്ലി കണ്ടെത്തിയ ഡ്യുവൽ നാച്ചർ ഓഫ് മാറ്ററും അത് വെച്ചൊരു ഇക്വേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞതാണ് ഹെൻസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റും ഒരിക്കലും ഒരേ സമയം നമുക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ കഴിയില്ല. രണ്ടും ഒരേ സമയം ഒരിക്കലും ഒന്ന് സെറ്റാകും മറ്റൊന്ന് അൺസെർട്ടൻ ആയിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു ഇക്വേഷനും മാത്തമാറ്റിക് ഡെറിവേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ബേസിലാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ആറ്റം മോഡൽ ഉണ്ടാക്കുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ആദ്യം എഴുതേണ്ടത്, ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഈസ് based on two scientific aspects and they are dual nature of matter and uncertainty principle. Okay, the quantum mechanical model was based on two scientific aspects and they are, one is called dual nature of matter and second one is called Heisenberg uncertainty principle. And this model was put forward by three scientists. Okay, പ്രധാനമായും 3 സയന്റിസ്റ്റുകളാണ് ഈ മോഡൽ കൊണ്ടുവരാൻ വേണ്ടി അവർ പരിശ്രമിച്ചത്. അത് മറ്റാരുമല്ല, ഓക്കെ, നിങ്ങൾ ആദ്യത്തെ രണ്ടുപേര് നിങ്ങൾക്കറിയാം. ഒന്ന്, ഓക്കെ, ലൂയിസ് ഡി ബ്രോഗ്ലി. ഓക്കെ, ലൂയിസ് ഡി ബ്രോഗ്ലി. ഓക്കെ, ലൂയിസ് ഡി ബ്രോഗ്ലി എന്ന് പറയുന്ന ആളാണ് ഫസ്റ്റ് ആള്. ഓക്കെ, രണ്ടാമത്തെ ആളിന്റെ പേര്, ഓക്കെ, ഹെൻസൻബർഗ്. അത് നമ്മൾ പറഞ്ഞായിരുന്നു, ഹെൻസൻബർഗ്. ഓക്കെ, ഹെൻസൻബർഗ് അദ്ദേഹമാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കണ്ടെത്തിയത്. ഇനി മൂന്നാമത്തെ ആളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അദ്ദേഹമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹമാണ് എർവിൻ ഷ്രോഡിംഗർ. എർവിൻ ഷ്രോഡിംഗർ ഉച്ചരിക്കേണ്ട അങ്ങനെയാണ്, ഷ്രോഡിംഗർ. ഓക്കെ, ഷ്രോഡിംഗർ ഹിസ് എ ഡച്ച് സയൻസ്. അപ്പോൾ ഇതിന്റെ ഉച്ചാരണത്തിൽ രണ്ട് ഡോട്ട്, സിയുടെ ഉച്ചാരണങ്ങളിൽ രണ്ട് ഡോട്ട് എടുക്കുന്നു. ഓക്കെ, അതൊരു അങ്ങനെ എർവിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവര് 3 പേര് ചേർന്നാണ് നമ്മൾ ഈ പറഞ്ഞ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ എന്ന് പറയുന്ന ആറ്റത്തിന്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ മോഡൽ ഉണ്ടാക്കിയത്. നിങ്ങൾക്കറിയാം, ആറ്റത്തിന് പല പല മോഡലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഓരോ പോരായ്മകളുണ്ട്. ആ പോരായ്മകളെല്ലാം വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആറ്റത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കണ്ടെത്തിയിരിക്കുന്നതും ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സിന്റെ എല്ലാ കാര്യങ്ങളും പ്രിഡിക്റ്റ് ചെയ്യുന്നതും നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ക്വാണ്ടം മെക്കാനിക്സ് ആണ് ആറ്റത്തിന്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത്. എല്ലാത്തിന്റെയും, ഓക്കെ, സയൻസിന്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അത്രമാത്രം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മുടെ ഈ പറഞ്ഞ ആറ്റത്തിന്റെ ഏറ്റവും ആധുനികമായ ദ മോസ്റ്റ് മോഡേൺ ആൻഡ് ദ മോസ്റ്റ് വെർസറ്റൈൽ മോഡൽ ഓഫ് ആറ്റം വാസ് പുട്ട് ഫോർവേഡ് ബൈ ക്വാണ്ടം മെക്കാനിക്സ്. അതിൽ 3 പേരാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ലൂയിസ് ഡി ബ്രോഗ്ലി, ഹൈസൻബർഗ് ആൻഡ് എർവിൻ ഷ്രോഡിംഗർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എർവിൻ ഷ്രോഡിംഗർ അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 പേരിൽ ഏറ്റവും പ്രധാനമുള്ള ആളെന്ന് പറയുന്നത് എർവിൻ ഷ്രോഡിംഗർ ആണ്. അപ്പോൾ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ്, ഓക്കെ, അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ്, ഓക്കെ, ഈച്ച് ഇലക്ട്രോണിക് സിസ്റ്റം ഹാസ് സെപ്പറേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഓരോ ക്വാണ്ടം മെക്കാനിക്സ് അനുസരിച്ച് ഓരോ ഇലക്ട്രോണിക് സിസ്റ്റത്തിനും, ഓക്കെ, ദ മോഡൽ ഓഫ് ആറ്റം വാസ് ഡിസ്കവേർഡ് ബൈ എ സെപ്പറേറ്റ് ഇക്വേഷൻ. സോ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ്, ഈച്ച് ഇലക്ട്രോണിക് സിസ്റ്റം can be represented by a separate equation. ഓക്കെ, അപ്പൊ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആറ്റം മോഡൽ പറയുന്നത് ഇക്വേഷൻ പ്രകാരമാണ്. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് ദ ആറ്റം മോഡൽ വാസ് ഡിസ്കവർഡ് ബൈ ആൻ ഇക്വേഷൻ. ആറ്റത്തിന്റെ മോഡൽ ഒരു ഇക്വേഷൻ പ്രകാരമാണ് അത് പറയുന്നത്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സ് പ്രകാരം ആറ്റത്തിന്റെ മോഡൽ പറയുന്നത് ഒരു ഇക്വേഷൻ പ്രകാരമാണ്. ഓരോ ആറ്റത്തിനും ഓരോ സെപ്പറേറ്റ് ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈഡ്രജൻ ഇക്വേഷൻ ഉണ്ടായിരിക്കും, ഹീലിയത്തിന്റെ ഇക്വേഷൻ ഉണ്ടായിരിക്കും, സോഡിയത്തിന്റെ ഇക്വേഷൻ ഉണ്ടായിരിക്കും. അതായത് 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ ഉണ്ട്, 2 ഇലക്ട്രോൺ സിസ്റ്റത്തിന് വേറെ ഇക്വേഷൻ ഉണ്ട്, 3 ഇലക്ട്രോൺ സിസ്റ്റത്തിന് ഇക്വേഷൻ ഉണ്ട്. അങ്ങനെ ഓരോ ഇലക്ട്രോൺ സിസ്റ്റത്തിനും ഓരോ പ്രത്യേക ഇക്വേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഓരോ ആറ്റം മോഡലിനും ഓരോ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. 1 ഇലക്ട്രോണിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും, അതായിരിക്കില്ല 2 ഇലക്ട്രോൺ സിസ്റ്റത്തിന്.
അതായിരിക്കില്ല 3 ഇലക്ട്രോൺ സിസ്റ്റം. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിളിൽ മൊത്തം 128 എലമെന്റ്സുകളാണ് ഉള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ 128 എലമെന്റ്സുകൾക്കും 128 ഇലക്ട്രോൺസുകളുണ്ട്. ഓക്കെ, ഈ ഓരോ ഇലക്ട്രോണിക് സിസ്റ്റത്തിനും, അതായത് 128 ഇലക്ട്രോണിക് സിസ്റ്റമുള്ള 128 എലമെന്റുകൾക്കും ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് പ്രത്യേകം ഇക്വേഷൻ പ്രകാരമാണ് അതിന്റെ ആറ്റം മോഡൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ് ദ ആറ്റം മോഡൽ വാസ് റെപ്രസെന്റ് ബൈ ആൻ ഇക്വേഷൻ. ഓക്കെ, ഫോർ ഈച്ച് ഇലക്ട്രോണിക് സിസ്റ്റം ദേ ഹാവ് എ സെപ്പറേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഓരോ ഇലക്ട്രോണിക് സിസ്റ്റത്തിനും അവർക്ക് പ്രത്യേകം ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ദിസ് ഇക്വേഷൻ വാസ് ഡിസ്കവേർഡ് ആൻഡ് ദിസ് ഇക്വേഷൻ വാസ് കാൾഡ്. ആ ഇക്വേഷനുകളെ അവര് ക്വാണ്ടം മെക്കാനിക്സിലെ ആറ്റം മോഡലിന്റെ ഇക്വേഷനുകളെ വിളിക്കുന്ന പേരാണ്, ഇക്വേഷൻസ് ആർ കാൾഡ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഇക്വേഷൻ വിളിക്കുന്ന പേരാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ ഓരോ ആറ്റത്തിനും ഓരോ സെപ്പറേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. അവരുടെ ആറ്റം മോഡൽ പറയുന്നത് നമ്മൾ നേരത്തെ റുദർഫോർഡോ ബോറോ പറഞ്ഞ കണക്കുള്ള പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ളത് പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഓരോ ആറ്റം മോഡലിന് ഒരു പ്രത്യേക ഇക്വേഷൻസ് ഉണ്ട്. ഓരോ ഇലക്ട്രോണിക്സിനും ഓരോ പ്രത്യേക ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷനുകളെ ഇക്വേഷൻസ് ആർ കാൾഡ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ആ ഇക്വേഷനുകൾ വിളിക്കുന്ന പേരാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. അപ്പോൾ കാരണം ഷ്രോഡിംഗർ എന്ന സയന്റിസ്റ്റ് ആണ് ആ ഇക്വേഷനെ അവിടെ ഡെവലപ്പ് ചെയ്തെടുത്തത്. നമ്മൾ ഈ പറഞ്ഞ 3 പേരിൽ ഏറ്റവും പ്രധാനിയാണ് എർവിൻ ഷ്രോഡിംഗർ. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഓരോ ഇക്വേഷൻസും ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമ്മൾ ഈ പറയുന്ന ആറ്റത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിർവചിക്കുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിലും പല ഫെയിലുവേഴ്സ് ഉണ്ട്. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിന് ഇതുവരയ്ക്കും ഒരു ഫെയിലുവർ എന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടെത്തിയിട്ടില്ല. പഠിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഓരോ ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഹെഡിങ് എഴുതുക, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ 1 ഇലക്ട്രോൺ സിസ്റ്റം ഓർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ 1 ഇലക്ട്രോൺ സിസ്റ്റം ഓർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ 1 ഇലക്ട്രോൺ സിസ്റ്റം. ഓക്കെ, 1 ഇലക്ട്രോൺ സിസ്റ്റം ഓർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ആണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ 1 ഇലക്ട്രോൺ സിസ്റ്റം ഓർ ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഇവിടെ എഴുതുകയാണ് ഞാൻ. ആ ഇക്വേഷൻ നോക്കുക. ഓക്കെ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞതാണ്. ദ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ഓർ 1 ഇലക്ട്രോൺ സിസ്റ്റം. 2 ഇലക്ട്രോൺ ആകുമ്പോൾ അതിന്റെ ഇക്വേഷന്റെ ടേംസിന്റെ എണ്ണം മാറും. ഇപ്പൊ തന്നെ 1, 2, 3, 4 ടൈംസ് ഉണ്ട്. 2 ഇലക്ട്രോൺ സിസ്റ്റം ആകുമ്പോൾ ഇതിന്റെ ടേമിന്റെ എണ്ണം 7 എണ്ണാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഇക്വേഷന്റെ വലിപ്പവും കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇക്വേഷന്റെ ആ ഒരു വലിപ്പവും അതിനകത്തുള്ള ടേംസുമാണ് നമുക്ക് പഠിക്കാനുള്ളതിൽ വളരെ ബുദ്ധിമുട്ട്. അല്ലാതെ ആറ്റത്തിന്റെ എല്ലാ പ്രോപ്പർട്ടിയും നമുക്ക് ഇത് വെച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇത് ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെയാണ്. ഓക്കെ, അപ്പോൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ 1 ഇലക്ട്രോൺ സിസ്റ്റം ഈസ് ഗിവൺ ബൈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് ഈ വാക്കിന്റെ ഡോ DOW ഡോ സ്ക്വയർ ഡോ. ഓക്കെ, എഴുതേണ്ടത് ഇത് ഡിയെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ആക്കണം, ലൈക്ക് ദിസ്. ഇതാണ് ഡോ. ഓക്കെ, ഡോ സ്ക്വയർ സൈ ഉച്ചരിക്കേണ്ടത് PSI. പി വായിക്കാത്തത് വാക്ക് പറയണം. സൈ, ഡോ സ്ക്വയർ സൈ. ഇതിന്റെ വാക്കിന്റെ അർത്ഥം സൈ എന്നാണ്. സൈ. ഓക്കെ, സൈ PSI. ഓക്കെ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ ഇസഡ് സ്ക്വയർ പ്ലസ് 8 പൈ സ്ക്വയർ എം ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു E minus V into psi is equal to 0, and this is the Schrodinger wave equation for 1 electron system or hydrogen atom. In the oral terms, the times. Okay, Schrodinger wave equation and oral times. Mass of electron in the mass. H and the Planck's constant. E and the total energy. V and the potential energy. V is the potential energy. Psi എന്ന് പറയുന്നത് psi. Okay, psi is the wave function. Psi എന്ന് പറയുന്നത് wave function ആണ്. The wave function എന്ന് വെച്ചാൽ നമുക്കറിയാം
ഡി ബ്രോഗ്ലിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഏത് ഇലക്ട്രോൺ ഒരു മാറ്റർ ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്ന മാറ്റർ മൂവ് ചെയ്യുമ്പോൾ അതിനകത്ത് അതിന്റെ കൂടെ ഒരു വേവ് ഉണ്ടാകും. ആ വേവിനെ വിളിക്കുന്ന പേരാണ് മാറ്റർ വേവ്. ആ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോണിന്റെ മാറ്റർ വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ് ഏത് സൈ. ഇലക്ട്രോൺ ആകുന്ന വേവ് ഇലക്ട്രോൺ വേവ് ആണ്. ഇലക്ട്രോൺ വേവ് എന്ന് പറയുന്ന ഇലക്ട്രോൺ വേവിന്റെ ഇലക്ട്രോണിന് വേവ് ആവും. ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ വേവ് നാച്ചർ ഉണ്ടാകുമെന്ന് ആരാ പറഞ്ഞത്? ഡി ബ്രോഗ്ലി. എടുത്തു വെച്ച് നമ്മൾ നോക്കുക, നമ്മൾ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മളാകുന്ന മാക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് സഞ്ചരിച്ച വേവ് നാച്ചർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ്, അതായത് ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, അങ്ങനെയുള്ള മൈക്രോസ്കോപ്പിക് ഒബ്ജക്റ്റ് സഞ്ചരിക്കുമ്പോൾ അതിന് അസോസിയേറ്റ് ചെയ്തൊരു വേവ് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ് സൈ എന്ന് പറയുന്നത്. സൈ. ഓക്കെ, അതിന് വിളിക്കുന്ന പേരാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡാണ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, സൈ ഈസ് കാൾഡ് വേവ് ഫംഗ്ഷൻ. ഇനി XYZ എന്താണ് ഇതിനകത്ത്? XYZ ആർ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അറിയാലോ, എക്സ് വൈ ഇസഡ് വിളിക്കുന്ന പേരാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. XYZ ആർ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഓക്കെ, ഇനി എന്താണ് ഡോ സ്ക്വയർ ബൈ ഡോ എന്നൊക്കെ പറയുന്നത്? അതിന്റെ എന്താണ് ഡോ? ഓക്കെ, സോ ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. എക്സിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് ഡോ ബൈ ഡോ എക്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്തായിരിക്കും? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്. ഡോ സ്ക്വയർ ബൈ ഡോ വൈ സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ. ഡോ സ്ക്വയർ ബൈ ഡോ ഇസഡ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ്. ഓക്കെ, അപ്പോ സോ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ്. ഓക്കെ, എന്താ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഒരു വലിയ ലെങ്തിനെ നമ്മൾ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ് ആക്കുന്ന പ്രോസസ് ആണ് ഡെറിവേറ്റീവ്. ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കും. നിങ്ങൾ മാത്സിൽ ഇനി പഠിക്കും, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ പഠിക്കും. അതൊക്കെ പഠിക്കുമ്പോൾ മാത്രമേ ഈ പറയുന്ന ടേംസ് ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ ഒരു ടൈപ്പ്. ഇനി ഒരു ടൈപ്പ് കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ടേംസ് എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇനി ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമ്മൾ പോവുകയാണ്. ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഫോർ ഹൈഡ്രജൻ ആറ്റം. The simplest form of Schrodinger wave equation for hydrogen atom can be represented as H psi is equal to E psi. H cap psi എന്ന് പറയും. Okay, H psi is equal to H cap എന്നോട് H cap psi is equal to E psi. This is the simplest equation for simplest Schrodinger wave equation for hydrogen atom or one electron system. Okay, ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഇക്വേഷൻ ആണ് H cap psi is equal to E psi. അതിൽ H cap എന്ന് പറയുന്നത് H cap is an operator. H capനെ വിളിക്കുന്ന പേര് ഓപ്പറേറ്റർ എന്നാണ്. ആ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേര് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, H cap is called ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എന്താണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? അതായത് സൈ എന്ന് നിങ്ങൾക്കറിയാം. സൈ എന്ന് വെച്ചാൽ വേവ് ഫംഗ്ഷൻ ആണ് അല്ലേ? ആരുടെ? ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ആണ് സൈ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെ ക്യാരക്ടർ ആ ഇലക്ട്രോണിന് ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നത് H cap ആണ്. ഓക്കെ, അപ്പൊ സൈയെ നിയന്ത്രിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ആരും H cap. അപ്പൊ നമുക്കറിയാം, നമ്മുടെ വാഹനത്തെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ പോലെ, ട്രെയിനിനെ നിയന്ത്രിക്കുന്ന ലോക്കോ പൈലറ്റ് പോലെ, വിമാനത്തെ നിയന്ത്രിക്കുന്ന പൈലറ്റിനെ പോലെ, അപ്പൊ അതുപോലെ ഒരു ഈ പറയുന്ന സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ ആണ്. ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ ആണ് സൈ എന്ന് പറയുന്നത്. ഓക്കെ, ആ സൈക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് ക്യാരക്ടേഴ്സ് അതിനകത്തുണ്ട്. ഓക്കെ, ആ സൈയുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരു ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. H cap is called the Hamiltonian operator. Psi എന്ന് നിങ്ങൾക്കറിയാം വേവ് ഫംഗ്ഷൻ ആണ്. ഈ ഈസ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് വൺ ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഈ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോരുത്. ഓക്കെ, ഹൈഡ്രജൻ ലൈക്ക് സിസ്റ്റത്തിന്റെ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയി? ഓക്കെ, അടുത്ത നമ്മൾ നോക്കുന്നു സം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ. ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ ഈ ചില ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ റുദർഫോർഡിന്റെയോ അല്ലെങ്കിൽ ബോറിന്റെയോ ആറ്റം മോഡൽ പോലെ
ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഒരിക്കലും പോയിന്റ് ബൈ പോയിന്റുകളായിട്ടല്ല അതിന്റെ ആറ്റത്തിന്റെ മോഡൽ പറയുന്നത്. പകരം ആറ്റത്തിന്റെ മോഡൽ ഒരു ഇക്വേഷൻ പ്രകാരമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ആ ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ കാണുന്ന ഈ പറയുന്ന ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഇക്വേഷൻ തന്നെ നിങ്ങൾ ആദ്യം എഴുതിയ ഇക്വേഷൻ തന്നെ മൊത്തം 24 ഡിഫറൻറ്റ് ടൈപ്പിൽ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുക. അത് മൊത്തം 24 തരത്തിൽ ഷ്രോഡിംഗർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിന് തന്നെ 26 ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ 2 ഇലക്ട്രോൺ സിസ്റ്റത്തിനുണ്ട്, അതുപോലെ 3 ഇലക്ട്രോൺ സിസ്റ്റത്തിനുണ്ട്, അതുപോലെ 128 ഇലക്ട്രോണുകളുള്ള 128 എലമെന്റുകൾക്കും പ്രത്യേകം ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത്രമാത്രം ലെങ്തി ആയിട്ടുള്ള പല ഇക്വേഷൻസുകളാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ആദ്യമേ പറഞ്ഞു ഒരിക്കലും ആറ്റത്തിന്റെ മോഡല് ഒരിക്കലും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്, അതായത് റുദർഫോർഡ് പറഞ്ഞു നിങ്ങൾ 7 പോയിന്റുകൾ. ഫസ്റ്റ് പോയിന്റ് ന്യൂക്ലിയസിന്റെ സെന്ററിനകത്ത് ആറ്റത്തിന്റെ സെന്ററിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നു ആറ്റത്തിന്റെ എല്ലാ മാസവും അവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് അതിന് ചുറ്റും സർക്കുലർ പാത്തിലൂടെ ഇലക്ട്രോൺ കറങ്ങുമെന്നൊക്കെയുള്ള ഓരോ പോയിന്റുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ പോയിന്റുകളായിട്ടാണ് ഈ പറയുന്ന റുദർഫോർഡിന്റെ ആറ്റം മോഡലായാലും ബോറിന്റെ ആറ്റം മോഡലായാലും ബാക്കിയുള്ള നമ്മൾ പഠിക്കുന്ന മറ്റ് ആറ്റം മോഡലായാലും ആറ്റത്തെ പറ്റി പറയുന്നത്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിന്റെ മാത്രം പ്രത്യേകത ഒരു പോയിന്റും ഒരു ആറ്റത്തിനില്ല. പകരം അവർ പറയുന്നത് ആറ്റത്തിന്റെ മോഡൽ ചോദിച്ച ഒരു ഇക്വേഷൻ, ആ ഇക്വേഷനിലാണ് അവരെല്ലാ ക്യാരക്ടറും പറയുന്നത്. ഓക്കെ, ഇപ്പോൾ സോഡിയത്തിന്റെ ആറ്റം മോഡൽ ചോദിക്കുന്നു, അപ്പോൾ ഒരു ഇക്വേഷൻ പറയുന്നു. ആ ഇക്വേഷനിൽ തന്നെ അതിന്റെ എല്ലാ ക്യാരക്ടറും അതിന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും വിശദീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അവർക്ക് ഒരിക്കലും ഒരു പോയിന്റ് ഇല്ല. ഇനി നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പ്രത്യേകതകൾ, അതിന്റെ ഫീച്ചേഴ്സുകൾ നമുക്ക് നോക്കാം. ഒന്ന്, ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ഓക്കെ, so okay, according to quantum mechanics, the energy of the electron is quantized. Okay, the energy of the electron, okay, in an atom is quantized. That means the electron possesses a particular definite amount of energy. Okay, according to quantum mechanics, the energy of the electron is quantized. Okay, quantized എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫിക്സ്ഡ് എന്നാണ്. According to quantum mechanics, the energy of the electron is quantized. That means each electron in an atom possesses a particular amount of energy. Each electron in an atom possesses a particular amount of energy that is quantized. അതിനെ വിളിക്കുന്ന പേരാണ് quantized. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഫസ്റ്റ് ഫീച്ചർ അതാണ്. രണ്ടാമത്തെ പറയുന്നത് വെച്ചാൽ ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിന്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്നുള്ളതിന്റെ എവിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ, the existence of quantized energy is obtained from their atomic spectrum. And atomic spectra യിൽ നിന്നുമാണ് അതിന്റെ ക്വാണ്ടൈസ്ഡ് എനർജിയിലുള്ള എവിഡൻസ് അവർ കിട്ടുന്നത്. The existence of quantized energy is obtained from the atomic spectra. Atomic spectra യിൽ നിന്നുമാണ് ഈ ക്വാണ്ടൈസ്ഡ് എനർജി ലെവലുകൾ ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ക്വാണ്ടൈസ്ഡ് എനർജി ലെവലായുള്ള ഇലക്ട്രോൺസിന്റെ ലെവലുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോ ദ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സൊല്യൂഷൻസ് ഓഫ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഓക്കെ, സോ ദ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ of electron is obtained from where? Obtained from the solutions of Schrodinger wave equation. അപ്പോൾ ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ ഒന്നുമാണ്. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ ഒക്കെ അറിയാം, ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലേ? എക്സിന്റെ ഡിഗ്രി നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ പ്ലസ് എല്ലാം സെക്കൻഡ് ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഡിഗ്രിയിലുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞ ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻസ് കിട്ടുമല്ലോ. നിങ്ങൾക്കറിയാം, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ എക്സിന് 2 വാല്യൂ കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഫസ്റ്റ് ആദ്യം എഴുതിയിരിക്കുന്ന ഡോ സ്ക്വയർ സൈ ബൈ ഡോ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് 2 വാല്യൂ കിട്ടും, വൈക്ക് 2 വാല്യൂ കിട്ടും, ഇസഡിന് 2 വാല്യൂ കിട്ടും, മൊത്തം 6 വാല്യൂസ് കിട്ടും. അപ്പോൾ ഇത് ഓരോന്നും ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ സൊല്യൂഷൻസ് ആണ് നമുക്ക് ഇലക്ട്രോണിന്റെ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ ഏതെന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, ദ ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദ സൊല്യൂഷൻസ് ഓഫ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ എന്നുമാണ്
ക്വാണ്ടൈസ്ഡ് എനർജി ലെവലുകൾ ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. ഇനി അടുത്ത് ഇതിന്റെ മൂന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റവും, ദ പൊസിഷൻ ആൻഡ് ദ മൊമെന്റം ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് ആൾവേസ് അൺസർട്ടൺ. ഓക്കെ, ദ പൊസിഷൻ and the momentum of an electron is always uncertain. Okay, ഒരിക്കലും ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റം ഒരിക്കലും ഒരുമിച്ച് കണ്ടെത്താൻ പറ്റില്ല. The position and momentum of an electron in an atom is always uncertain. That means we never find out this position and momentum at a particular time. ഒരിക്കലും ഒരു പർട്ടിക്കുലർ ടൈമില് പൊസിഷനും മൊമെന്റും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റത്തില്ല. അതായത് പൊസിഷൻ കാണുന്ന സമയത്ത് മൊമെന്റം കാണാൻ പറ്റൂല, മൊമെന്റം കാണുന്ന സമയത്ത് പൊസിഷൻ കാണാൻ പറ്റില്ല. രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റില്ല, രണ്ട് സമയത്ത് കാണാൻ പറ്റും. അതായത് ഇലക്ട്രോണിന്റെ പൊസിഷനും മൊമെന്റവും. ഓക്കെ, സോ ദ പൊസിഷൻ ആൻഡ് മൊമെന്റം ഈസ് ആൾവേസ് അൺസർട്ടൺ. ഇറ്റ് നെവർ ബി സർട്ടൺ അറ്റ് ദ സെയിം ടൈം. അതാണ് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഈ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡലിന്റെ നാലാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, ഓക്കെ, ദ സൈ എന്ന് പറയുന്നത്, ഓക്കെ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷനിലെ സൈ എന്ന് പറയുന്നത്, സൈ റെപ്രസെന്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രോൺ വേവ്. ഇലക്ട്രോൺ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് സൈ കാണിക്കുന്നത്. ഓക്കെ, സൈ റെപ്രസെന്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രോൺ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ആണ് സൈ കാണിക്കുന്നത്. ഓക്കെ, സൈ ഈസ് കാൾഡ് വേവ് ഫംഗ്ഷൻ. സൈ വിളിക്കുന്ന പേര് വേവ് ഫംഗ്ഷൻ ആണ്. സൈ റെപ്രസെന്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രോൺ വേവ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ക്വാണ്ടിറ്റി. ഇതൊരു ഇമാജിനറി ക്വാണ്ടിറ്റി ആണ്. സൈ ഈസ് ആൻ ഇമാജിനറി ക്വാണ്ടിറ്റി. ഓക്കെ, സൈ എന്ന് പറയുന്നത് ഇമാജിനറി ക്വാണ്ടിറ്റി ആണ്. സൈ ഈസ് ആൻ ഇമാജിനറി ക്വാണ്ടിറ്റി. ഇറ്റ് ഓൺലി റെപ്രസെന്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഇലക്ട്രോൺ വേവ്. ഇലക്ട്രോൺ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് മാത്രമേ അത് കാണിക്കുന്നുള്ളൂ. ആൻഡ് ഇറ്റ്സ് ആൻ ഇമാജിനറി ക്വാണ്ടിറ്റി. ഓക്കെ, നാലാമത്തെ പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ പോയിന്റ്, സൈ സ്ക്വയർ. Psi square is the square of the wave function. Okay, psi square is the square of the wave function and it is called probability density. Okay, so psi square is the square of the wave function. Psi square is called the square of the wave function. It is called the probability density and it determines the probability of finding an electron around the nucleus. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണുവാനുള്ള സാധ്യത എവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്ന ടേമാണ് സൈ സ്ക്വയർ. വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ എവിടെയൊക്കെ കാണും, ഏതൊക്കെ ഭാഗത്ത് കൂടുതൽ കാണും, ഏതൊക്കെ ഭാഗത്ത് കുറഞ്ഞു കാണും എന്ന് പറയുന്ന ടേമാണ് ഏത്, സൈ സ്ക്വയർ. അതുകൊണ്ട് സൈ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. So probability density is the probability of finding an electron around the nucleus. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണുവാനുള്ള സാധ്യതകളെ നമ്മൾ പറയുന്ന പേരാണ് സൈ സ്ക്വയർ. ആൻഡ് സൈ സ്ക്വയർ ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. ഇതെന്താണ്? ആ റിയൽ ക്വാണ്ടിറ്റി. ഓക്കെ, സൈ സ്ക്വയർ ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. ഇനി സൈ സ്ക്വയറിന്റെ വില മാക്സിമം എവിടെ വരുന്നു? ഓക്കെ, സൈ സ്ക്വയറിന്റെ വില എവിടെയാണോ മാക്സിമം അതിനെ വിളിക്കുന്ന പേര് ഓർബിറ്റൽ എന്നാണ്. ഓർബിറ്റൽ. ഓക്കെ, ദ റീജിയൻ ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് സൈ സ്ക്വയർ ഈസ് മാക്സിമം ഈസ് കാൾഡ് ഓർബിറ്റൽ ആൻഡ് ദ റീജിയൻ ഇൻ വിച്ച് ദ വാല്യൂ ഓഫ് സൈ സ്ക്വയർ ഈസ് മിനിമം ഓർ സീറോ. സൈ സ്ക്വയറിന്റെ വാല്യൂ മിനിമം എവിടെയാകുന്നു അല്ലെങ്കിൽ സീറോ എവിടെയാകുന്നു അതിനെ വിളിക്കുന്ന പേരാണ് നോഡാൽ റീജിയൻ or nodal plane. Okay, nodal plane എന്നോ അല്ലെങ്കിൽ നോഡാൽ റീജിയൻ എന്നോ നമുക്ക് അറിയപ്പെടും. ഓക്കെ, സോ സൈയും സൈ സ്ക്വയർ എന്ന് വിളിക്കും. ഓക്കെ, സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ അണ്ടർ ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് എ റിയൽ ക്വാണ്ടിറ്റി. സൈ സ്ക്വയറിന്റെ വില എവിടെയാണോ മാക്സിമം ആവുന്നത് അതിനെ നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കും. സൈ സ്ക്വയറിന്റെ വില എവിടെയാണോ മിനിമം ആവുന്നത് അതിനെ വിളിക്കുന്ന പേര് നോഡാൽ റീജിയൻ അല്ലെങ്കിൽ നോഡാൽ പ്ലെയിൻ എന്നറിയപ്പെടും. ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, what is the difference between
സൈ ആൻഡ് സൈ സ്ക്വയർ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. സൈയും സൈ സ്ക്വയറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, സൈ എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയൽ ക്വാണ്ടിറ്റിയാണ്. സൈ എന്ന് പറയുന്നത് ഇമാജിനറി ക്വാണ്ടിറ്റിയാണ്. സൈ സ്ക്വയർ റിയൽ ക്വാണ്ടിറ്റിയാണ്. സൈയും സൈ സ്ക്വയറും നമ്മുടെ വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ വ്യക്തമായിട്ട് നോട്ട് ചെയ്യുക. ആൻഡ് ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. പിന്നെ അടുത്ത് പോകുന്നത് എന്താണ് ഓർബിറ്റൽ. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ടേമിലൂടെ പറഞ്ഞു എന്താണ് ഓർബിറ്റൽ. ഓക്കെ, അപ്പൊ എന്താണ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണുവാൻ സാധ്യതയുള്ള ത്രിമാന മേഖലകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. സോ ഓർബിറ്റൽ ഈസ് ദ 3-dimensional region. 3-dimensional orbital is the 3-dimensional region where there is the maximum probability of finding an electron. ഇലക്ട്രോണിനെ കാണുവാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ത്രിമാന മേഖലകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. ഓർബിറ്റലും എൻറ്റയർലി ഡിഫറന്റ് ആണ്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഓർബിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് റുദർഫോർഡ് അല്ലെങ്കിൽ നീൽസ് ബോർ ആണ്. ബോർ അല്ലെങ്കിൽ റുദർഫോർഡിന്റെ കൺസെപ്റ്റ് പ്രകാരമാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടുവരുന്ന കൺസെപ്റ്റ് ആണ് ഓർബിറ്റൽ. ഓർബിറ്റൽ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറന്റ് ആണ്. അപ്പൊ എന്താ ഓർബിറ്റൽ എന്ന് പറയുന്നത്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണുവാൻ സാധ്യതയേറിയ മേഖലകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റലുകൾ. സോ ഓർബിറ്റൽ ഈസ് ദ റീജിയൻ വേർ ദർ ഈസ് ദ മാക്സിമം എന്ന് പറയുന്നത് 90 മുതൽ 95% വരെ സാധ്യത കൽപ്പിക്കുന്ന മേഖലകളാണ്. ഓക്കെ, സോ 90 to 95% of finding an electron. So orbital is the region where there is the maximum probability of, there is the 90 to 95% probability of finding an electron. 90 മുതൽ 95% വരെ ഇലക്ട്രോണിനെ കാണുവാൻ സാധ്യതയുള്ള മേഖലകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. അപ്പൊ നിങ്ങൾക്ക് ഈ ഓർബിറ്റൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളിപ്പോൾ സാധാരണ കാണുവാൻ സാധ്യതയുള്ള മേഖലകൾ ഏതൊക്കെയായിരിക്കും? ഒരു പക്ഷേ നിങ്ങളെ വീടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്യൂഷൻ സെന്റർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളായിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളായിരിക്കും നിങ്ങൾ ഏറ്റവും അധികം കാണാൻ സാധ്യതയുള്ള മേഖലകൾ. അപ്പം നിങ്ങളെ കാണാൻ ഒരാള് വരെ, ഓക്കെ, നിങ്ങളെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ കാണുവാനുള്ള ഏതെങ്കിലും റിലേറ്റീവോ നിങ്ങളെ തിരക്കി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളെ വീട്ടിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ട്യൂഷൻ സെന്ററിൽ വരും, അല്ലെങ്കിൽ നിങ്ങളെ ഈ പറയുന്ന സ്കൂളിൽ വരും, അല്ലേ? അപ്പൊ ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളെ കാണുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഓർബിറ്റൽ ഓഫ് യു, നിങ്ങളുടെ ഓർബിറ്റലാണ്. പക്ഷെ നിങ്ങളെ കാണാൻ വേണ്ടി ഒരാൾ വന്നിട്ട് നിങ്ങളൊരു പക്ഷേ ഈ പറയുന്ന കോഴിക്കോട് പോയി നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്ന നിൽക്കട്ടെ, കോഴിക്കോട് ചെന്ന് നിങ്ങളെ തിരക്കി നിങ്ങളെ കാണാൻ പറ്റൂ? ഇല്ല. സോ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ കാണുവാനുള്ള സാധ്യത തീരെ ഇല്ല. എന്ന് വെച്ചാൽ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും റിലേറ്റീവിന്റെ വീട്ടിൽ, കോഴിക്കോടുള്ള റിലേറ്റീവിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കാണാൻ സാധ്യത ഉണ്ട്, പക്ഷേ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളെ തിരക്കി നടന്നാൽ നിങ്ങളെ കാണുവാൻ സാധ്യത തീരെ ഇല്ല, പക്ഷെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റൂല, ചിലപ്പം സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ കാണുവാൻ സാധ്യത ഏറിയ റീജിയനാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓർബിറ്റൽ ഒരു പാത്തല്ല. ഇപ്പൊ നിങ്ങളുടെ വീടെന്ന് പറഞ്ഞ ഒരു പാത്തല്ല, ഒരു സ്ഥലമാണ്. നിങ്ങളുടെ സ്കൂൾ എന്ന് പറയുന്ന ഒരു പാത്തല്ല, ഒരു സ്ഥലമാണ്. ട്യൂഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു പാത്തല്ല, ഒരു സ്ഥലമാണ്. അപ്പൊ ഇതെല്ലാം ഒരു സ്ഥലമാണ്, റീജിയനാണ്. സോ ഓർബിറ്റൽ എന്ന് പറയുന്നത് നിങ്ങൾ ഓർബിറ്റ് പോലെ, നിങ്ങൾ റുദർഫോർഡിന്റെയോ ബോറിന്റെയോ സർക്കുലാർ പാത്ത് പോലുള്ള ഒരു പാത്തല്ല, ഇലക്ട്രോൺ സഞ്ചരിക്കുന്ന പാതയല്ല ഓർബിറ്റ് എന്ന് പറയുന്നത്. ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു മേഖലയാണ്, റീജിയനാണ്. സോ ഓർബിറ്റ് ഒരു പാത്താണ്, പക്ഷെ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിനെ കാണുവാൻ സാധ്യതയേറിയ സ്ഥലങ്ങളെ, ഇറ്റ് ഈസ് നോട്ട് എ പാത്ത്, സ്ഥലമാണത്. ഓക്കെ, റീജിയനാണ്. സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ഓക്കെ, ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ന്യൂക്ലിയസിന്റെ പിക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അത് നമ്മൾ നോർമലി ക്വാണ്ടം മെക്കാനിക്സ് വരയ്ക്കുന്ന പിക്ചർ എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിയസിനെ നിങ്ങളൊരു പൂവായിട്ട് സങ്കല്പിക്കുക. സോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ഫ്ലവർ ആണ്. ഓക്കെ, ഈ ഫ്ലവറിന് ചുറ്റും തേൻ കുടിക്കാൻ വേണ്ടി കറങ്ങുന്ന വണ്ടുകളുടെ റൂട്ടാണ് ഇലക്ട്രോണുകൾ. ഓക്കെ, ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ പിക്ചർ. ഇതാണ് ക്വാണ്ടം മെക്കാനിക്സ് ആറ്റത്തിന്റെ പിക്ചർ ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇത് ന്യൂക്ലിയസ് എന്ന പൂവിന് ചുറ്റും തേൻ കുടിക്കാൻ വേണ്ടി കറങ്ങുന്ന വണ്ടുകളുടെ സഞ്ചാരപാതം എന്താണോ അതാണ് ഇലക്ട്രോണിന്റെ സഞ്ചാരപാതം. ഓക്കെ, അപ്പൊ നോക്കിയേ, സോ ഇതില്
ഇത് ഒരു വണ്ട്, ഇത് വേറൊരു വണ്ട്, ഇങ്ങനെ മൊത്തം 4 വണ്ടുകൾ അല്ലേ? 1 2 1 2 3 മൊത്തം 4 വണ്ടുകൾ കറങ്ങും അല്ലേ? 1 2 2 3 ഓക്കെ, 3 വണ്ടുകൾ അല്ല 4 വണ്ട്. ഓക്കെ, അപ്പോൾ 4 വണ്ടുകൾ നമ്മൾ ഈ പറയുന്ന ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങണമെന്നിരിക്കട്ടെ. ഓക്കെ, ഈ 4 വണ്ടുകൾ ഏറ്റവും അധികം കാണാൻ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏത് നോക്കി? ഒന്നുകിൽ നോക്കി ഇവിടെ ഈ ഒരു പോയിന്റ് നോക്കി, ഈ ഒരു പോയിന്റ് എന്ന് കഴിഞ്ഞാൽ ഈ 4 വണ്ടുകളെയും നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നിന്നാലോ കുറവായിരിക്കും, ഇവിടെ നിന്നാലോ കുറവായിരിക്കും. എന്നുവെച്ചാൽ ഇവിടെയൊക്കെ ഈ വണ്ടുകൾ വന്ന് ചേർന്ന സ്ഥലം വളരെ കുറവാണ്. കണ്ടോ, ഈ ഭാഗങ്ങളിലൊക്കെ ഈ വണ്ടുകൾ അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ, നമ്മൾ വണ്ടെന്ന് ഇലക്ട്രോണാണ്. ഓക്കെ, അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രോണുകൾ വന്ന് ചേരുന്ന സ്ഥലം വളരെ കുറവാണ്. എന്നാൽ നോക്കി ഈ ഭാഗം അല്ലെങ്കിൽ ഇത് ഈ ഏരിയകളൊക്കെ നോക്കി, ഇതൊക്കെ നോക്കിയാണ് അവിടെ ഇലക്ട്രോണുകൾ വന്ന് ചേരുവാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. സോ ദാറ്റ് ഈസ് കാൾഡ് ഓർബിറ്റൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. ഓക്കെ, സോ ഇതൊരു ഓർബിറ്റലാണ്. ഓക്കെ, സോ എനിക്ക് ഇലക്ട്രോണിനെ കാണാൻ ഇവിടെ ചെന്നാൽ എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇലക്ട്രോണിനെ കാണുവാൻ സാധ്യത ഏറിയ ഒരു സ്ഥലമാണിത്, അതാണ് ഓർബിറ്റൽ. എന്നാൽ ഇവിടെയോ സാധ്യത കുറവാണ്. ചിലപ്പോൾ സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ വണ്ടി ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ നമ്മളെ ചിലപ്പം കാണാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഇന്നാലും ചിലപ്പോൾ കാണാൻ പറ്റും. ഒരു പക്ഷേ ഏതെങ്കിലും സമയത്ത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഇവിടെ ചെന്ന് വരാം. പക്ഷെ ഏറ്റവും അധികം കാണാൻ സാധ്യതയുള്ള ഇവിടെ ആയിരിക്കും. അപ്പൊ അതാണ് ഓർബിറ്റൽ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിനെ കാണുവാൻ ഏറ്റവും അധികം സാധ്യത ഏറിയ മേഖലകളെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റൽ. സോ ഓർബിറ്റൽ ഈസ് എ 3-dimensional region where there is the maximum probability of finding an electron. Okay.